നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേലും അമേരിക്കയുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇറാന് ഇന്ത്യ അഭയം നൽകും. ഇന്ത്യ ആരുടെ പക്ഷത്താണ്? ഈ ചോദ്യമൊക്കെ തന്നെ തുടക്കം മുതൽ പലരും ചോദിച്ചൊരു ചോദ്യമാണ്. അതിനുള്ള മറുപടിയും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഈ സാഹചര്യത്തിൽ ഇറാനിയൻ കപ്പലിന് ഇന്ത്യ തന്നെ കാവലൊരുക്കുന്നു. ഇറാനിയൻ നാവികർക്ക് ഇന്ത്യ സുരക്ഷിത താവളമൊരുക്കുന്നു. ഐറിസ് കപ്പലുകൾ ഏത് തന്നെ ആയിരുന്നാലും, ഇറാന്റെ കപ്പലുകൾ എവിടെ തന്നെ ആയിരുന്നാലും അതിനെ തകർക്കുമെന്ന് അമേരിക്ക വെല്ലുവിളിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കൊച്ചിയിൽ അഭയം നൽകിയിരിക്കുന്ന ഇറാനിയൻ കപ്പലിനെ അമേരിക്ക ടോർപിഡോ ഉപയോഗിച്ച് തകർക്കുമോ? ഇറാന്റെ അഭിമാനമൊക്കെ കടലിൽ മുക്കുമെന്ന് വെല്ലുവിളിക്കുന്ന അമേരിക്ക ഇന്ത്യക്കു നേർക്ക് അത്തരമൊരു നീക്കം നടത്തുമോ? കണ്ടറിയുക തന്നെ വേണം ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത്. ഏറെ സുരക്ഷിതരായി തന്നെയാണ് നയതന്ത്ര യുദ്ധത്തിനിടയിൽ കൊച്ചിയിൽ ഇറാൻ നാവികർ കഴിയുന്നത്. ഇറാനിയൻ യുദ്ധക്കപ്പലിന് വേണ്ട അഭയവും ഇന്ത്യ നൽകി കഴിഞ്ഞു. ഐറിസ് ലാവൻ എന്ന യുദ്ധക്കപ്പൽ കൊച്ചി തുറമുഖത്ത് നങ്കൂരമിട്ട് കഴിഞ്ഞിരിക്കുന്നു. 183ഓളം ഇറാനിയൻ നാവികർ കൊച്ചിയിലെ നാവികസേനയുടെ പ്രത്യേക കേന്ദ്രങ്ങളിൽ പാർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അമേരിക്ക ടോർപിഡോ വെച്ച് മുക്കിയ ഇറാന്റെ യുദ്ധക്കപ്പലിനെ കുറിച്ചുള്ള ചില വാർത്തകൾ, വിവാദങ്ങൾ ഇന്ത്യയെ ആദ്യഘട്ടത്തിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. പിന്നീടാണ് വിശദീകരണവുമായി വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ ഈ വിഷയത്തിൽ പല വിധത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയും അതിനപ്പുറത്തേക്ക് മറ്റൊരു തലത്തിലേക്ക് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇന്ത്യ ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നതും സുരക്ഷാ താവളം ഇറാൻ ഒരുക്കിയിരിക്കുന്നതും. ഐറിസ് ദേന എന്ന ഇറാനിയൻ യുദ്ധക്കപ്പലിനെയാണ് അമേരിക്കൻ ടോർപിഡോ മുക്കിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ടോർപിഡോ ഉപയോഗിച്ചുകൊണ്ട് ഒരു യുദ്ധക്കപ്പലിന് നേർക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ സംഭവത്തിന് തൊട്ടു മുൻപായി തന്നെ മറ്റൊരു ഇറാനിയൻ യുദ്ധക്കപ്പലായിട്ടുള്ള ഐറിസ് ലാവന് ഇന്ത്യ അഭയം നൽകിയിരിക്കുകയാണ്. അമേരിക്കൻ നാവികസേനയുടെ ആക്രമണത്തിൽ തകർന്ന ഇറാനിയൻ യുദ്ധക്കപ്പലായിട്ടുള്ള ഐറിസ് ദേനയ്ക്ക് ആക്രമണം മുൻകൂട്ടി കണ്ട് ഇന്ത്യ സുരക്ഷിത താവളം വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന സൂചനയും ഇതിനോടകം വരുന്നു. ഐറിസ് ദേനയാകട്ടെ ഒരു തരത്തിലും ഇന്ത്യയോട് അഭയം പ്രാപിച്ചിട്ടില്ല, ഇന്ത്യയോട് വിവരങ്ങൾ കൈമാറിയിട്ടില്ല എന്നുള്ളത് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതുമാണ്. ഒരുപക്ഷെ ഇന്ത്യ മുൻപേ തന്നെ അപകടം മണത്ത് കണ്ടെത്തിയിരുന്നു. എന്നാൽ ആ വാഗ്ദാനം അന്ന് സ്വീകരിക്കും മുൻപ് തന്നെ ശ്രീലങ്കൻ തീരത്തിനടുത്ത് വെച്ച് അമേരിക്കൻ അന്തർവാഹിനി ഇറാനിയൻ കപ്പലിനെ ആക്രമിച്ച് കടലിൽ മുക്കി തകർത്ത് തരിപ്പണമാക്കി. ഇതിനിടയിലാണ് മറ്റൊരു ഇറാനിയൻ കപ്പലായിട്ടുള്ള ഐറിസ് ലാവൻ സാങ്കേതിക തകരാറുകൾ മൂലം കൊച്ചിയിൽ നങ്കൂരമിട്ടത്. ഇന്ത്യയിൽ നടന്ന നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങിയ ഇറാനിയൻ യുദ്ധക്കപ്പലിന് സുരക്ഷിത താവളം വാഗ്ദാനം ചെയ്തിരുന്നതായി ഇന്ത്യൻ എക്സ്പ്രസ് അടക്കം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വിശാഖപട്ടണത്ത് നടന്ന അന്താരാഷ്ട്ര കപ്പൽ പ്രദർശനത്തിലും മിലാൻ 2026 നാവിക അഭ്യാസത്തിലും പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്ന കപ്പൽ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത തന്നെ ഇന്ത്യ മുന്നിൽ കണ്ടിരുന്നു. അങ്ങനെയാണ് ഒരു അടിയന്തര നീക്കം രാജ്യം നടത്തിയത്. രാജ്യത്തെ ഏതെങ്കിലും തുറമുഖത്തേക്ക് എത്താനാണ് ഐറിസ് ദേനയോട് ഇന്ത്യ ആവശ്യപ്പെട്ടത്. പക്ഷേ മാർച്ച് 4 പുലർച്ചെ അമേരിക്കയുടെ ആക്രമണത്തിൽ ഇതിനോടകം തന്നെ യുദ്ധക്കപ്പൽ തകർന്നു. ശ്രീലങ്കൻ തീരത്ത് അമേരിക്കൻ അന്തർവാഹിനിയുടെ ടോർപിഡോ ആക്രമണത്തിലായിരുന്നു ആ തകർച്ചയുണ്ടായത്. അന്ന് കപ്പലിൽ നിന്നും അപായ സന്ദേശം കിട്ടിയെങ്കിലും രക്ഷാപ്രവർത്തനം നടത്തി ഇന്ത്യൻ നാവികസേന തങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള ഇടപെടൽ മേഖലയിൽ നടത്തിയിരുന്നു. പക്ഷെ അപ്പോഴേക്കും സമയമേറെ വൈകി. ഇത് സംബന്ധിച്ച് നാവികസേനയും പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. കപ്പൽ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചില്ലെന്ന ആരോപണങ്ങൾക്കിടയിലാണ് നാവികസേന തന്നെ വിശദീകരണക്കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ഇന്ത്യ വേണ്ട വിധത്തിൽ വേണ്ട രീതിയിലുള്ള മുന്നറിയിപ്പുകളും ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു മടിയും കാട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു കപ്പൽശാലയിലേക്ക്, മേഖലയിലേക്ക് നങ്കൂരമിടൂ എന്നുള്ള മുന്നറിയിപ്പ് നൽകിയത്. ഇന്ത്യയുടെ സമുദ്ര മേഖലയിൽ വെച്ച് നിങ്ങളെ ആരും തന്നെ ആക്രമിക്കില്ല, നിങ്ങളെ ആരും തന്നെ തകർക്കില്ല, അതിനുള്ള ഉറപ്പ് തന്നെയായിരുന്നു ഇന്ത്യ നൽകിയത്. കൊളംബോയിലെ മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്ററിലാണ് അപായ സന്ദേശം ആദ്യം എത്തിയത്. ശ്രീലങ്കയിലെ ഗാലെ തുറമുഖത്തിന് 20 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു ഇറാന്റെ ഐറിസ് ദേന യുദ്ധക്കപ്പൽ ഉണ്ടായിരുന്നത്. ലങ്കയുടെ ഉത്തരവാദിത്തമുള്ള പ്രത്യേക അധികാര മേഖലയിലായിരുന്നു ആ കപ്പൽ. ഇന്ത്യൻ നാവികസേനയ്ക്ക് സന്ദേശം കിട്ടിയ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. നാവികസേനയുടെ ലോങ് റേഞ്ച് പെട്രോൾ എയർക്രാഫ്റ്റിനെ മേഖലയിലേക്ക് അയച്ചു. ലൈറ്റ് റാറ്റ്സുകൾ അടങ്ങിയ മറ്റൊരു എയർക്രാഫ്റ്റിനെ സജ്ജമാക്കിയിരുത്തി. മേഖലയിലുണ്ടായിരുന്ന INS തരങ്കിണി കപ്പലിനെ രക്ഷാപ്രവർത്തനത്തിനായി നിയോഗിച്ചു. ഇതുകൂടാതെ കൊച്ചിയിൽ നിന്നും INS ഇക്ഷക് കപ്പലിനെയും എത്തിച്ചു. ഇത്രയധികം നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ആരും തന്നെ അറിഞ്ഞിട്ടില്ല. മറിച്ച് രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലും പുറത്തു വന്നത്. ഇത് മേഖലയിൽ തുടർന്ന്
കാണാതായവർക്ക് വേണ്ടി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണെന്നും നാവികസേന ഇപ്പോഴും പറഞ്ഞു. ആ മേഖലയിൽ ഇപ്പോഴും നമ്മുടെ സാന്നിധ്യമുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ ആക്രമണത്തിൽ തകർന്ന കപ്പലിൽ 180ഓളം ഇറാനിയൻ നാവികർ ഉണ്ടായിരുന്നു. അതിൽ 32 പേരെ ശ്രീലങ്കൻ നാവികസേന രക്ഷിച്ചു. 87 നാവികരുടെ മൃതദേഹങ്ങൾ ലങ്കൻ നാവികസേന കണ്ടെത്തി ഗാലയിലെ ആശുപത്രിയിൽ എത്തിച്ചു. ബാക്കിയുള്ള 60ഓളം നാവികരുടെ മൃതദേഹങ്ങൾ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശ്രീലങ്കൻ നാവികസേന രക്ഷപ്പെടുത്തിയ 32 നാവികരെ ഇറാനിലേക്ക് തിരിച്ചയക്കരുത് എന്ന ശക്തമായി സമ്മർദ്ദം ചെലുത്തുകയാണ് അമേരിക്ക ലങ്കൻ സർക്കാരിനോട്. ഇവരുടെ സുരക്ഷ പരിഗണിച്ചാണ് തീരുമാനമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് ഇവർക്ക് മതിയായ സംരക്ഷണം ഉറപ്പാക്കണമെന്നും അമേരിക്ക അറിയിച്ചെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. അറബിക്കടലിൽ നടന്ന ആക്രമണത്തിൽ തകർന്ന കപ്പലിലുണ്ടായിരുന്ന ഇറാനിയൻ നാവികരെ ശ്രീലങ്കൻ നാവികസേന നിലവിൽ സുരക്ഷിതമാക്കിയിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഉടൻ തന്നെ ഇവരെ ഇറാനിലേക്ക് അയച്ചാൽ അത് അവരുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്ന് മനുഷ്യാവകാശ സംഘടനകളടക്കം ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. മേഖലയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര പോരാട്ടം മുറുകുന്നതിനിടയിലാണ് ഈ പുതിയൊരു തർക്കം കൂടി ഉടലെടുത്തിരിക്കുന്നത്. എന്ത് തീരുമാനമെടുക്കണമെന്ന കാര്യത്തിൽ ശ്രീലങ്ക ആകെ അങ്കലാപ്പിലാണ്. ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നയതന്ത്ര പ്രതിസന്ധി കൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാനുമായിട്ടുള്ള ബന്ധം നിലനിർത്തണം, അതോടൊപ്പം അമേരിക്കയുടെ നിർദ്ദേശങ്ങളെ തള്ളിക്കളയാൻ കഴിയത്തുമില്ല. ഇതാണ് ശ്രീലങ്കയ്ക്ക് വെല്ലുവിളിയാകുന്നത്. ഇരു രാജ്യങ്ങൾക്കുമൊപ്പം എങ്ങനെയാണ് ഒരു യുദ്ധത്തിൽ നിൽക്കുക? ഇന്ത്യയുടെ അതിഥിയായി എത്തിയ കപ്പലിനെ മുന്നറിയിപ്പില്ലാതെ തകർത്തത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് ഇറാൻ ആരോപിച്ചിരിക്കുന്നത്. ഇറാൻ നാവികസേനയുടെ മറ്റൊരു കപ്പലിനെ കൃത്യമായി ഇന്ത്യ സംരക്ഷിച്ച സാഹചര്യത്തിൽ കൂടി തന്നെയാണ് ഇത് ആവർത്തിച്ചു പറയുന്നത്. ഇനി കൊച്ചിയിലെത്തിയ കപ്പലിലുണ്ടായിരുന്ന നാവികസേന അംഗങ്ങളെ കൊച്ചി നേവൽ ബേസിൽ പാർപ്പിച്ചിട്ടുണ്ട്. അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ കൊടുക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ശക്തമാകുന്നത് തന്നെ മേഖലയിലെ സമാധാനത്തിന് ഭീഷണിയാണ്. സമുദ്ര സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷമടക്കം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏറെ ജാഗ്രതയോടുകൂടി തന്നെയാണ് മേഖലയിൽ ഇന്ത്യയും നിലയുറപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ഇതുമായി ബന്ധപ്പെട്ടും ഇറാൻ യുദ്ധക്കപ്പലിന് ഇന്ത്യ അതിർത്തിയിൽ അഭയം വാഗ്ദാനം ചെയ്തു എന്നുള്ള വിശദീകരണവും ഒക്കെ അദ്ദേഹം പുറത്തുവിടുന്നുണ്ട്. ന്യൂഡൽഹിയിൽ നടന്ന 2026 റൈസീന ഡയലോഗിൽ സംസാരിക്കുമ്പോഴാണ് ലവാൻ എന്ന ഇറാൻ കപ്പലിന് ഇന്ത്യ സഹായം നൽകിയത് ജയശങ്കർ തന്നെ തുറന്നു പറയുന്നത്. കപ്പലിൽ നിരവധി യുവ കേഡറ്റുകൾ ഉണ്ടായിരുന്നു. മാനുഷിക പരിഗണന മുൻനിർത്തിയാണ് ഇന്ത്യ ഈ തീരുമാനമെടുത്തതെന്നാണ് ജയശങ്കർ പറയുന്നത്. നിയമപരമായ വശങ്ങൾക്കപ്പുറം മനുഷ്യത്വപരമായ കാഴ്ചപ്പാടിലൂടെ ഇന്ത്യ ഈ വിഷയത്തെ നോക്കിക്കാണുന്നു. ശരിയായ തീരുമാനമാണ് ഇതിനോടകം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഫെബ്രുവരി 28 ഇന്ത്യയുടെ അതിർത്തിയോട് അടുത്തുണ്ടായിരുന്ന ഇറാനിയൻ കപ്പൽ ഇന്ത്യയുടെ തുറമുഖത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെന്ന സന്ദേശം ആദ്യം നൽകി. സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അവർ റിപ്പോർട്ട് ചെയ്തു. മാർച്ച് 1 നിങ്ങൾക്ക് ഇന്ത്യൻ അതിർത്തി കടക്കാമെന്ന് സന്ദേശം അയച്ചു. തുടർന്ന് കപ്പൽ കൊച്ചിയിലെത്തി നങ്കൂരമിട്ടു. നിരവധി യുവ കേഡറ്റുകൾ ആ കപ്പലിലുണ്ടായിരുന്നു എന്നാണ് ജയശങ്കർ പറയുന്നത്. ഇറാന്റെ മറ്റു 2 കപ്പലുകൾ കൂടി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവ അതിർത്തിയിൽ എത്തുന്നതിന് മുൻപേ തന്നെ സ്ഥിതി മനസ്സിലാക്കി അമേരിക്ക ടോർപിഡോ വെച്ച് മുക്കിയത്, ഇറാന്റെ യുദ്ധക്കപ്പലിനെ മുക്കിയത് ശരിക്കും ഇന്ത്യയെ ഏറെ വിവാദത്തിൽ അയച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഏറെ പ്രതിരോധത്തിൽ അകപ്പെട്ടിരുന്നു രാജ്യം. കേന്ദ്ര സർക്കാരിനെതിരെ ഈ വിഷയത്തിൽ പല ചോദ്യങ്ങളാണ് ഉയർന്നു കേട്ടത്. എന്നാൽ ഇന്ത്യ സ്വീകരിച്ച നടപടി എന്തെന്നുള്ളത് ഇന്നാണ് ഏവർക്കും മനസ്സിലായി തുടങ്ങിയത്. വിശാഖപട്ടണത്ത് രാജ്യാന്തര ഫ്ലീറ്റ് റിവ്യൂവിൽ പങ്കെടുത്ത ശേഷം ഇറാനിലേക്ക് മടങ്ങിയതായിരുന്നു ഈ കപ്പൽ. മുങ്ങിയ കപ്പൽ ഇന്ത്യയുടെ അതിഥിയായിരുന്നു എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. എന്നാൽ നാവികാഭ്യാസത്തിന് ശേഷം കഴിഞ്ഞ 25-ാം തീയതി ഇന്ത്യൻ തീരം വിട്ട കപ്പൽ അതിഥിയായി തുടരുമോ എന്ന ചോദ്യമാണ് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ ഉയർത്തിയത്. കപ്പൽ മുങ്ങുമ്പോൾ ഇന്ത്യ എന്തു ചെയ്തെന്ന ചോദ്യം ശക്തമായപ്പോഴാണ് ഇന്നലെ വൈകുന്നേരം നാവികസേന പ്രസ്താവന ഇറക്കിയത്. എന്നാൽ കപ്പലിനെ അമേരിക്ക ആക്രമിക്കുമെന്ന സൂചന ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലല്ലേ, കപ്പൽ ആക്രമിക്കപ്പെടുമെന്ന ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇന്ത്യ അങ്ങനെ ഒരു അഭയം നൽകാൻ നീക്കം നടത്തിയത് എന്നുള്ള ചോദ്യമടക്കം ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.